കേജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ജിൽബി റിപ്പോർട്ട് ചെയ്യുന്നത്. ദില്ലി മദ്യനയ കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ജിൽബി റിപ്പോർട്ട് ചെയ്യുന്നത്. ജിൽബി, അരവിന്ദ് കേജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇടക്കാല ജാമ്യം ഇപ്പോൾ അരവിന്ദ് കേജ്രിവാളിന് ലഭിച്ചിരിക്കുന്നു. വലിയൊരു ആശ്വാസം തന്നെയാണ്. അതായത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസകരമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ജൂൺ 1 വരെയാണ് അരവിന്ദ് കേജ്രിവാളിന് സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷിച്ച പോലെ തന്നെ, അതായത് ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു ഈ അരവിന്ദ് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആ വിധി ഉണ്ടായിരിക്കുകയാണ്. ജൂൺ 1 വരെ, അതായത് പോളിംഗ് അവസാനിക്കുന്നത് വരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനായിട്ട് അരവിന്ദ് കേജ്രിവാളിന് ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ഇന്ത്യയുടെ പരമോന്നത നീതി ന്യായ കോടതി അരവിന്ദ് കേജ്രിവാളിനെ സഹായിച്ചിരിക്കുന്നു, തുണച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അരവിന്ദ് കേജ്രിവാൾ പുറത്തുണ്ടാകാൻ പാടില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും ധാർഷ്ട്യത്തിന് നേരെ സുപ്രീം കോടതി കയ്യോങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ ഒരാൾക്ക് അനർഹമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരാളെ അനധികൃതമായി ജയിലിൽ അടയ്ക്കുന്ന നടപടിക്കെതിരായി സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ED ഇതുമായി ബന്ധപ്പെട്ട അതിശക്തമായ വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. ഇദ്ദേഹമാണ് മദ്യനയ കേസിൻ്റെ ഏറ്റവും വലിയ തലച്ചോറ്, അദ്ദേഹമാണ് ഇത്, കേജ്രിവാളാണ് ഇത് ആസൂത്രണം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ നിരന്തരമായി ED സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും സുപ്രീം കോടതി പരിഗണിച്ചില്ല. ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ചെയർമാനുമായിട്ടുള്ള കേജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിൽ ഇട്ടേക്കാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനും BJPക്കും ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ജിൽബി, ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും BJPക്കും വലിയ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ നമുക്കറിയാം, ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ ഒന്നടങ്കം ഇത്തരത്തിൽ ഈ അഴിമതി കേസുകളിൽ കുടുക്കി, അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു രീതി കേന്ദ്ര സർക്കാരും BJPയും തുടരുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലായിരുന്നു അധികാരത്തിലിരിക്കെ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാവുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ദില്ലിയിൽ നടന്ന സംഭവങ്ങൾ, കാരണം ഒരു മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ അറസ്റ്റിലാക്കി ജയിലിൽ അടച്ചത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന തൊട്ടടുത്ത നിമിഷം, അതായത് മാർച്ച് 21-നായിരുന്നു അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് നടന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നീക്കം തന്നെ BJPയും കേന്ദ്ര സർക്കാരും ചേർന്ന് നടത്തിയതിൻ്റെ, അല്ലെങ്കിൽ ആ നടത്തിയ കാര്യങ്ങളെല്ലാം പൊള്ളയായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു വിധി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് തന്നെ പറയേണ്ടിയിരിക്കുന്നു.